നാരായണീയം ദശകം 12 ശ്ലോകം 6. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താഃ സത്യസ്ഥിതാശ്ച മുനയോ നുനുവോർഭവന്തം തത് സ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയഃ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. ശ്ലോകം 6. ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലുമുള്ള മുനിമാർ അവിടുത്തെ ഭയങ്കര ശബ്ദം കേട്ട് അങ്ങയെ സ്തുതിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്തുതിച്ചു. അവരുടെ സ്തുതിഗാനങ്ങൾ കൊണ്ട് സന്തുഷ്ടമായ മനസ്സോടുകൂടിയ വീണ്ടും വളർന്നുകൊണ്ടിരുന്ന ഭഗവാൻ വീണ്ടും ശബ്ദിച്ചുകൊണ്ട് ജലാശയത്തിൽ പ്രവേശിച്ചു. ശ്ലോകം 7. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാം പ്രോക്ഷിപ്തബാലധിരവാങ്മുഖഘോരഘോണക തൂർണപ്രദീർണജലദ പരിഘൂർണദഷ്ണാ സ്തോസ്ത്രിൻ മുനീൻ ശിശിരയന്നവതേരിതസ്ത്വം. ഇതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. കറുപ്പും ചുവപ്പും കലർന്നുയർന്നു നിൽക്കുന്ന രോമങ്ങളോടും ഉയർത്തിയിരിക്കുന്ന വാലോടും കീഴ്പോട്ട് കുനിച്ച ഭയങ്കരമായ നാസികയോടും വേഗം കൊണ്ട് പിളർന്ന മേഘങ്ങളോടും കറങ്ങുന്ന കൃഷ്ണമണികളുള്ള കണ്ണുകളോടും കൂടി വളർന്നുകൊണ്ടിരിക്കുന്ന ഭഗവാൻ സൂകരമൂർത്തി തന്നെ സ്തുതിക്കുന്ന മുനിമാരെ ആനന്ദിപ്പിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് പ്രവേശിച്ചു. ശ്ലോകം 8. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിങ്കിലകുലം കലുഷോർമിമാലം ആവേശ്യഭീഷണരവേണരസാതലസ്ഥാൻ ആകമ്പയൻ വസുമതിം അഗവേഷയസ്ത്വം. ഇതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. അനന്തരം ഭയന്നോടുന്ന മുതലകളോടും ഭയന്നു ചുറ്റിത്തിരിയുന്ന തിമിംഗലങ്ങളോടും കൂടിയതും ഇളകി ഉയരുന്ന തിരമാലകളോട് കൂടിയതുമായ ആ ജലാശയത്തിനുള്ളിൽ പ്രവേശിച്ച് ഭയങ്കര ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ നാദം കൊണ്ട് പാതാളവാസികളെ വിറപ്പിക്കുന്ന ഭഗവാൻ ഭൂമിയെ എങ്ങും അന്വേഷിക്കുവാൻ തുടങ്ങി. ശ്ലോകം 9. ദൃഷ്ട്വാധ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഝടിതി കൂടകിടീർവിഭോത്വം ആപാതുകാനവിഗണയ്യസുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദദാ സലീലം. അർത്ഥമൊന്ന് നോക്കാം. അല്ലയോ വിഭോ, മായാസൂകരരൂപം ധരിച്ച് അങ്ങ് അസുരാധമനായ ഹിരണ്യാക്ഷൻ പാതാളത്തിൽ ഒളിപ്പിച്ചു വെച്ച ഭൂമിദേവിയെ തന്നെ നേരിടുന്ന അസുരന്മാരെ തൃണാവത്ഗണിച്ചുകൊണ്ട് തേറ്റയുടെ അറ്റത്ത് കേവലം ലീല എന്ന വണ്ണം പൊക്കിയെടുത്തു. ശ്ലോകം 10. അഭ്യധരന്നതധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിതൈവാദികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാജ്ജലധേരുദഞ്ചൻ ക്രീഡാവരാഹബപുരീശ്വര പാഹി രോഗാത്. 10ൻ്റെ അർത്ഥമൊന്ന് നോക്കാം. അല്ലയോ ജഗത്തിനാകെ ഈശ്വരനായിട്ടുള്ളവനെ, അനന്തരം അങ്ങ് തേറ്റയുടെ അറ്റത്ത് പറ്റിയ മുത്തങ്ങയുടെ മുള എന്ന പോലെ ഭൂമിയെ പേറി അതുകൊണ്ട് അടയാളപ്പെട്ടവനായി വീണ്ടും വലുതായ ശരീരത്തോടുകൂടി ഇളകി അലയടിച്ചു മറിയുന്ന സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നു. അങ്ങനെയുള്ള മായാ വരാഹത്തിൻ്റെ വടിവത്ത ഭൂമി ഹരിയോ.